ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ അന്ന് ഇന്നുവിൻ്റെ കല്യാണത്തിന് പോയതിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അന്ന് നൈറ്റായിരുന്നു, പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിത് പോയോണ്ടിരിക്കുക കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അവർ ലവ് മാരേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ രണ്ട് നാട്ടുകാർ ഒരേ നാട്ടുകാരായതുകൊണ്ടാണ് 2 ഡേ വെച്ചിട്ടുള്ള കല്യാണം കേട്ടോ. അപ്പോൾ ഇനി കമൻറ്റ് വരണ്ടെന്ന് കരുതിയിട്ടാണ് മുൻകൂട്ടി പറയണത്. പിന്നെ ഒരുപാട് ആൾക്കാർ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കണം, ലോങ് വീഡിയോ ഇടണം. പിന്നെ കണ്ടിട്ടും ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ ഇടാം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര തിരക്കായിട്ട് അങ്ങനെ സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ മൂടില്ല വീഡിയോ ഇടാൻ തന്നെ. പിന്നെ തുടങ്ങിയതല്ലേ എന്ന് വെച്ചിട്ട് അങ്ങനെ ആയിട്ട് കയറി പോക്കുന്നത് കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഓഡിറ്റോറിയത്തിലെത്തി ഉള്ളിലോട്ട് കയറുക. പിന്നെ ഞങ്ങൾ കസിൻസൊക്കെ ഉണ്ട് കേട്ടോ കല്യാണത്തിന്. അവരുടെ അയൽവാസിയാണ് മുബാറക്ക്. അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ഞങ്ങളെ കസിൻസൊക്കെ. അപ്പോൾ ഞങ്ങൾ നേരെ അകത്തേക്ക് കയറി. പെണ്ണും ചെക്കനൊക്കെ സ്റ്റേജിൽ ഫോട്ടോസും കാര്യങ്ങളും എടുക്കുക കേട്ടോ. പിന്നെ ഞങ്ങൾ ചെന്നപ്പോഴേ നേരം വഴുകിയിട്ടുണ്ട്, 1 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ മുന്തിരി ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ ആൾക്കാർ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ പറഞ്ഞിട്ട് കുറേ നേരം വിളിച്ചതിന് ശേഷമാണ് ഫുഡ് കഴിക്കാൻ പോയത് കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കാൻ ഇറങ്ങി പോകുക താഴത്താണ് കേട്ടോ. പിന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ, കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ പെൺകുട്ടികളെയും ചെക്കന്മാരെ രണ്ട് കല്യാണവും ഒരു ദിവസമായതുകൊണ്ട് കേട്ടോ. അതായത് ഒരു ഓഡിറ്റോറിയത്തിൽ 2 ആളുടെയും കല്യാണമായിട്ടോ കേട്ടോ, ഇങ്ങനെ തിരക്ക്. പിന്നെ ഫുഡ് ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനത്തെ കുറച്ച് സ്വീറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ മേലൊക്കെ പോയി പാട്ടും ഇതൊക്കെ കണ്ടു, ഗാനമേളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ സ്റ്റേജിൽ കയറി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഫോട്ടോ ഒന്നും കിട്ടിയിട്ടില്ല, ഞങ്ങളവിടെ പോയി എടുത്ത്. പിന്നെ ഞങ്ങൾ കസിൻസിനൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന്. പിന്നെ മാമൻ്റെ മോളെ കല്യാണം കഴിച്ച് വിട്ടത്തൊരു വലിയമ്മ വയ്യാതെ കിടക്കുക. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടാണ്. ഇവിടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല കസിൻസ് ഉണ്ടെന്ന്, അപ്പോൾ അവരെയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോകുക കേട്ടോ. ഇവിടെ വീടിൻ്റെ ഈ ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ടടുത്താണ്. അങ്ങനെ അവിടെ പോയി കണ്ടു. എന്നിട്ട് നേരെ ഓഡിറ്റോറിയത്തിലേക്ക് തന്നെ വന്നു കേട്ടോ. അവിടെ പോയപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തില്ല, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവണമെന്നില്ലല്ലോ. പിന്നെ വയ്യാത്തോടത്തേക്കല്ല പോകുന്നത്, അപ്പോൾ ഞാൻ പിന്നെ ഷൂട്ട് ചെയ്യുകയൊന്നും ചെയ്തില്ല. പിന്നെ ഇന്നും എൻ്റെ അടുത്തേക്ക് വരികയും ചെയ്ത് ഞങ്ങൾ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ല ഞാൻ ലാസ്റ്റ് കൊടുക്കാം. പിന്നെ ഞങ്ങളിതാ പോകുകയാണ്. ആ മാമൻ്റെ മോളെ ശരിക്കുള്ള വീട്ടിൽ പോകാൻ, മറ്റേത് ഹസ്ബൻഡിൻ്റെ വീടാലോ. പിന്നെ ഞങ്ങൾ അവിടെ മാമൻ്റെ വീട്ടിൽ പോയി. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. വീട്ടിൽ കയറുന്ന വരെ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുക്കുകയും ചെയ്തില്ല. പിന്നെ ഇങ്ങനെ കിടക്കുമ്പോൾ അവിടുത്തെ കുട്ടീനായിട്ട് കളിക്കുന്നു, മാമൻ്റെ മോളെ കുട്ടീനായിട്ട്. അപ്പോഴേ എനിക്ക് ഓർമ്മ വന്ന് വീഡിയോ എടുക്കണേ. അതിന് ചെറിയൊരു ഭാഗം ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, അവരെന്തെങ്കിലും കളിക്കണേ. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയിട്ടോ. ഓട്ടോയിലാട്ടോ പോയത് ചങ്ങരംകുളത്തേക്ക്. അങ്ങനെ ചങ്ങരംകുളത്തേക്ക് ഓട്ടോയിൽ പോയി. പിന്നെ അവിടെ നിന്ന് നേരെ ഒരു ഷോപ്പിൽ പോയിട്ട് നല്ല മാംഗോ ബാർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് കഴിക്കാൻ പറ്റില്ല, നിലത്ത് വീണ്. അപ്പോൾ ആ പരിഭവം തീർത്തു. പിന്നെ നേന്ത്രപ്പഴമൊക്കെ വാങ്ങിച്ചു. നേരെ വീട്ടിലോട്ട്. അപ്പോൾ ഞാൻ പുല്ല് കാണിച്ചില്ല കേട്ടോ. പണ്ടൊക്കെ ചെക്കനൊക്കെ കറുത്തിട്ടാണോ വെളുത്തിട്ടാണെന്നൊക്കെ നോക്കിയത് ഈ പുല്ല് വെച്ചിട്ട്. അങ്ങനെ ആരൊക്കെ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് അടിക്കണേ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് എടുക്കുക. ഓക്കെ, ബൈ.